തിരുവനന്തപുരം വികാസ് ഭവൻ കേന്ദ്രീകരിച്ച് വമ്പൻ തൊഴിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പിലേക്കാണ് ആളെ എടുക്കുന്നത്. അതിന് ഡയറക്ടർ തസ്തികയിലിരിക്കുന്ന ഉദ്യോഗസ്ഥ നേരിട്ടാണ് കച്ചവടങ്ങൾ നടത്തുന്നത്. ഇതിന് ഞെട്ടിക്കുന്ന തെളിവുകളാണ് വിസ്മയ ന്യൂസ് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഡയറക്ടർ നേരിട്ട് ആളെ വിളിക്കുമോ എന്ന് ചോദിച്ചാൽ ഡയറക്ടർ പറയുന്നത് പാർട്ടി പറഞ്ഞിട്ടാണ്, പാർട്ടി ബന്ധമുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിനൊക്കെ ശബ്ദ സംഭാഷണം തെളിവായുണ്ട്. എന്നിട്ട് ഡയറക്ടർ തസ്തികയിലിരിക്കുന്ന വ്യക്തിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവർ ഒരു കാറിൻ്റെ പടം, ബൊലേറോ കാറിൻ്റെ പടമാണ് അയച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, വികാസ് ഭവൻ കേന്ദ്രീകരിച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആളെ എടുക്കുന്നുണ്ട് എന്ന പ്രതീതി പരത്തി, അല്ലെങ്കിൽ ഇന്ന് ഇടനിലക്കാർ മുഖാന്തരം ആളുകളെ വ്യാപകമായി വിളിക്കുന്നുണ്ട്. 1.5 ലക്ഷം രൂപയാണ് ഓഫീസ് അറ്റൻഡർ അല്ലെങ്കിൽ ഡ്രൈവറുടെ കൈക്കൂലി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ക്ലറിക്കൽ പോസ്റ്റിന് 3 ലക്ഷം വരെ. അത് 1ഉം 2ഉം ഇടത്തല്ല, മൃഗസംരക്ഷണ, അതായത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥ വിളിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഉദ്യോഗസ്ഥ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് പറയുന്നു ഇവിടെ മാത്രമല്ല വേക്കൻസി. എൻ്റെ റിപ്പോർട്ടർ വിളിച്ചത് എൻ്റെ അനിയത്തിക്ക് ഒരു ജോലി വേണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് സംസാരിക്കുന്നത്. അനിയത്തിക്ക് അപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഡിഗ്രി ലെവലിലുള്ളത് കൊടുക്കാം, പിന്നീട് പരീക്ഷ പാസ്സായാൽ മതി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടർക്ക് തന്നെ ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ +2 ആണെങ്കിൽ വേക്കൻസി ഉണ്ട്, നമുക്ക് ശരിയാക്കാം. ഇവിടെ മാത്രമല്ല, PMGയിലെ വികാസ് ഭവൻ മുതൽ വെള്ളയമ്പലത്തിൽ പബ്ലിക് ഓഫീസ് വരെയുള്ള സ്ഥലങ്ങളിൽ കുറേ അധികം വേക്കൻസികളുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പണി വരെ ഞാൻ വാങ്ങിത്തരാം. അതിന് നിങ്ങൾ ഇത്ര രൂപ തരണം. എവിടെയൊക്കെയാണ്, ഏതൊക്കെ വകുപ്പുകളിലാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. ഒന്ന്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് വകുപ്പ്. ഞാൻ എടുത്ത് പറയുന്നത് മത്സ്യ ഫെഡിലാണെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിലൊക്കെ ആളുകളെ നിയമിക്കുന്നതായിട്ട് അറിയാം. ഞാൻ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി അല്ലാതെ ഈ വാർത്തയുടെ നിജസ്ഥിതി അറിയാനും ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ എന്നറിയാനും ഒക്കെ ഞാനൊരു സ്വന്തം നിലയിൽ ഒരു അന്വേഷണം കൂടി നടത്തിയിട്ടാണ് ഈ വാർത്ത നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മത്സ്യ ഫെഡിലാണെങ്കിൽ ആളുകൾ എടുക്കും. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കുന്നത് PSC നിയമനം മാത്രമാണ്, പിൻവാതിൽ നിയമനം അങ്ങനെ നടക്കാറില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഇവർ പറയുന്നത് മത്സ്യഫെഡിനെ കുറിച്ചല്ലേ, ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട് വികാസ് ഭവനിലെ ഫിഷറീസ് വകുപ്പിലേക്ക്, ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആളെ ആവശ്യം. നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ എവിടെയാണ്, മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി തരാം, അല്ലെങ്കിൽ ഭൂവിനിയോഗ വകുപ്പ്, ടൂറിസം വകുപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റി, അതുമല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, ഇവിടങ്ങളിലൊക്കെ ജോലി ശരിയാക്കി തരാമെന്നാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന വ്യക്തി വാഗ്ദാനം ചെയ്യുന്നത്. അവരുടെ പേര് പറയുന്നത് കാർത്തിക എന്നാണ്. അപ്പോൾ കാർത്തിക എന്ന ആളുകൾ അവിടെ ഡയറക്ടറായിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു മാനേജർ പോസ്റ്റ്, പ്രോജക്ട് മാനേജർ, അങ്ങനെയുള്ള തസ്തികകളാണ് ഫിഷറീസ് വകുപ്പിൽ സാധാരണ ഉള്ളത്. മറ്റത് ജോയിന്റ് ഡയറക്ടർ, അവരൊക്കെ ഈ വികാസ് ഭവനിലല്ല ഉള്ളത് എന്ന തരത്തിലാണ് എനിക്ക് മറുപടി ലഭിച്ചത്. എന്നാൽ ഇവർ പറയുന്നത് ഇവർ വികാസ് ഭവനിലാണ്, ഇവർ ഉന്നത തസ്തികയിലാണ്. എന്നിട്ട് ഇവരുടെ പ്രായം വരെ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ 35 വയസ്സേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് പാർട്ടിക്കാർ എന്നെ ഇങ്ങനെ പിടിച്ച് നിർത്തിയതാണ്. കാരണം എനിക്ക് ഇനി ഒരുപാട് സർവീസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് സർവീസുകളുണ്ട്, ഒരുപാട് കാലം ഇങ്ങനെയൊക്കെ ചെയ്ത് പാർട്ടിയെ എനിക്ക് സേവിക്കാമല്ലോ. അപ്പോൾ ഞാൻ വിളിച്ചതും NGO യൂണിയനിൽപ്പെട്ട ആളുകളെ തന്നെയാണ് വിളിച്ച് വിവരം തിരക്കിയത്. ഞാൻ പറഞ്ഞു പാർട്ടിയുടെ പേര് പറഞ്ഞാണ് ഇങ്ങനെ ഒരു തൊഴിൽ തട്ടിപ്പ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്വേഷിച്ചതും. ഞാൻ വാർത്തയെക്കുറിച്ച് അന്വേഷിച്ചത് അങ്ങനെ പറഞ്ഞിട്ട് സത്യസന്ധമായ കാര്യം അവതരിപ്പിച്ചിട്ട് തന്നെയാണ് വാർത്തയെക്കുറിച്ച് അന്വേഷിച്ചതും നിജസ്ഥിതി മനസ്സിലാക്കിയതും ഞാൻ ഈ വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതും. വമ്പൻ തട്ടിപ്പാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് വികാസ് ഭവൻ കേന്ദ്രീകരിച്ച് തൊഴിൽ തട്ടിപ്പ്. ഫിഷറീസ് വകുപ്പിലേക്ക് 1.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ കൊടുക്കാനുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായവർക്ക്, +2 ഉള്ളവർക്ക്, ഡിഗ്രി ഉള്ളവർക്ക് വിവിധ തസ്തികകൾ. എങ്ങനെയാണ്, ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് തസ്തിക, അതിന് ശമ്പളം 24,000 രൂപയാണ്. അടുത്ത ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ മാത്രമാണെങ്കിൽ തുടക്കം ഡിഗ്രി ലെവലാണെങ്കിൽ 31,000 രൂപ, അതിന് മുകളിലോട്ടുള്ള ആൾക്കാണെങ്കിൽ 34,000 രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കും. 6 മാസമായി കഴിയുമ്പോൾ ഇവർ തന്നെ, ഈ മാഡം തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പേര്, ഈ മാഡം തന്നെ ഒപ്പിട്ട് ഇവരെ സ്ഥിരപ്പെടുത്തുമെന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് കാശ് വേണം. ഇനി ആ ടെലിഫോൺ സംഭാഷണങ്ങൾക്ക് ഞങ്ങളുടെ റിപ്പോർട്ടറും ഈ കാർത്തിക മാഡവും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണം വ്യക്തമായി കേൾക്കാം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ കേട്ടിട്ട് വേണം നിങ്ങൾ ഈ വാർത്തയിൽ ഒരു വിധി എഴുതാൻ. നിങ്ങളുടെ പ്രതികരണം, ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ്, നട്ടം തിരിയുമ്പോഴാണ്, PSC റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾ പോലും
ജോലിക്ക് വേണ്ടി നെട്ടോട്ടമോടുകയും സെക്രട്ടേറിയറ്റ് വരാന്തയിൽ പോയി എന്താണ് നാഴികയ്ക്ക് 40 വട്ടം ഉരുൾ നേർച്ചയും മറ്റതും നടത്തിയിട്ട് പോലും ജോലി ലഭിക്കാതെ പോകുന്ന ആളുകൾ ഇത് കാണണം. ഈ വാർത്ത കണ്ടിട്ട് നിങ്ങൾ പ്രതികരിക്കണം. ഇങ്ങനെയുള്ള തൊഴിൽ തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. സർക്കാർ ഓഫീസുകളിലേക്ക് ജോലി നൽകാം എന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപയ്ക്കും 3 ലക്ഷം രൂപയ്ക്കും ജോലി ലേലം വിളിച്ചു കൊടുക്കുന്ന ആളുകൾ കേരളത്തിലുണ്ടെങ്കിൽ അവരെ കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കാനുള്ള ഉത്തരവാദിത്വം കേരള സർക്കാരിനും പോലീസിനുമുണ്ട്. അതുകൊണ്ട് ഈ ടെലിഫോൺ സംഭാഷണം നിങ്ങൾ വ്യക്തമായി കേൾക്കുക. ഞങ്ങളുടെ റിപ്പോർട്ടറും ഈ കാർത്തിക എന്ന് പറഞ്ഞ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം. ഇപ്പോ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ടായിരുന്നു, അത് പക്ഷെ ഡിഗ്രി കഴിയണം. ഓക്കെ, പിന്നെ അല്ലാതെ ഓഫീസ് അസിസ്റ്റന്റ് ഉണ്ട്, അത് ഡിഗ്രി അല്ല +2 ക്വാളിഫിക്കേഷൻ, +2 കഴിഞ്ഞവർക്ക്. പിന്നെ ഡേറ്റ എൻട്രി, അതും +2 കഴിഞ്ഞവരായിരിക്കണം. പിന്നെ ഡേറ്റ എൻട്രിയുടെ സർട്ടിഫിക്കറ്റ്, ഇപ്പൊ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ സർട്ടിഫിക്കറ്റ് അങ്ങനെയാണെങ്കിലേ മാഡം, ഞാനിപ്പോ ഓഫീസ് സെക്രട്ടറിഷിപ്പ് ആണ് +2 വരെ പഠിച്ചത്. ഓക്കെ, ഓഫീസ് സെക്രട്ടറിഷിപ്പ് ആണ് പഠിച്ചത്. VHSC PMGയില് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ? അങ്ങനെയാണെങ്കിലും എത്ര വയസ്സായി? എനിക്കിപ്പോ 31 ആവാൻ പോകും. അത്രേ ഉള്ളൂ. അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ അനിയത്തിക്കാണെങ്കിലും +2 ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവര് ഓഫീസ് അസിസ്റ്റന്റിന് എടുക്കുന്നുണ്ട്. അതിന് 31 സാലറി ഉണ്ട്, എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട്. നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫീസ് അത്. ഓക്കെ, മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ ക്ലർക്കിന്റേതാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് 34 സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഡേറ്റ എൻട്രി ആണെങ്കിൽ 28 ആണ്. പിന്നെ അതുപോലെ ഡ്രൈവർ വേക്കൻസീസും ഉണ്ട് വേറെ. ലൈസൻസും അല്ലാത്തവർക്കും ഒക്കെ ഉള്ളവർ ഉണ്ട് വേക്കൻസി. ഇത് ഓൾറെഡി നമ്മൾ ഡ്രൈവർ വേക്കൻസി ഉണ്ട്. ഹെവി ഉള്ളവർക്ക് 34 വരെ ഉണ്ട് സാലറി. അത് ടൂറിസം വകുപ്പിലാണ്. കാരണം ടൂറിസം വകുപ്പിലാവുമ്പോ നമ്മുടെ മറ്റേ ബസ് ഉണ്ടല്ലോ, മറ്റേ നഗരക്കാഴ്ചകൾ ബസ്സില്ലേ, അത് ഓട്ടിക്കാനും പിന്നെ അല്ലാതെ വലിയ വലിയ വണ്ടികളുണ്ടല്ലോ. പിന്നെ ഹെവി അല്ലാത്തവർക്കാണെങ്കിൽ ചെറിയ വണ്ടിയുള്ളൂ, എർട്ടിഗയും ഇന്നോവയും, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടി. കാരണം ഇപ്പൊ നമ്മൾ ഓടുന്നതെന്ന് വെച്ചാൽ ഈ അറ്റാച്ച് ചെയ്ത വണ്ടികളാണ്. അവർക്കൊക്കെ നമ്മൾ മാസം 10-42,000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പൊ ഇതിപ്പോ കഴിഞ്ഞ ബഡ്ജറ്റില് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് വണ്ടികൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് പാസ്സായിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിന് 4 വണ്ടി വീതം. അപ്പൊ അതിന്റെ ആ വണ്ടിയുടേതും ഉണ്ട്. പിന്നെ ഇതിപ്പോ ഓൾറെഡി നമ്മുടെ ലിസ്റ്റ് ഒക്കെ ഓൾറെഡി ആയതാണ്, കുറെ ലിസ്റ്റ് ആയി. പക്ഷെ നമ്മൾ അവസാനമായപ്പോ കുറെ പേർക്ക് സ്വന്തം ജില്ല വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറി വേറെ ജില്ലയൊക്കെ തരുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ, കുറെ പേർക്ക് സ്വന്തം ജില്ല, അത് വീട്ടുകാർ ഇതിന്ന് മടുത്തു. ഈ ഡിവേഴ്സ് ഒക്കെ ആയ കുറെ പിള്ളേരുണ്ട്, പെൺപിള്ളേരൊക്കെ. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റി കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൽ ചെയ്തപ്പോ വന്ന വേക്കൻസിയാണ് പിന്നെയും ഇത്. ഓക്കെ, ഇപ്പൊ കിടക്കുന്ന എന്താ വെച്ചാല് എന്റെ വകുപ്പില് ക്ലർക്കിന്റെ വേക്കൻസി കഴിഞ്ഞു. ഞാൻ ഫിഷറീസിലാ. എനിക്ക് ഓഫീസ് അസിസ്റ്റന്റിനുണ്ട്. പിന്നെ അനിമൽ ഹസ്ബൻഡറി, മൃഗസംരക്ഷണ വകുപ്പിലെ ക്ലർക്കിൻ്റെത് കിടപ്പുണ്ട്. പിന്നെ ഭൂവിനിയോഗ വകുപ്പ്, അവിടെയും ക്ലർക്കിൻ്റെത് കിടപ്പുണ്ട്. പിന്നെ ടൂറിസം വകുപ്പില് ക്ലർക്കിൻ്റെതും ഓഫീസ് അസിസ്റ്റന്റതും ഒക്കെ കിടപ്പുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം കിടക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എല്ലാം നമ്മുടെ വെള്ളയമ്പലം മുതൽ PMG വരെയുള്ള ഓഫീസുകളിലാണ്, എല്ലാം ഡയറക്ടറേറ്റ് ഓഫീസുകളിലാണ്. സംഭാഷണം നിങ്ങൾ കേട്ടല്ലോ. ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായല്ലോ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണ്. എവിടെയൊക്കെയാണ് ജോലി, എത്ര രൂപയാണ് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി. വിധി എഴുതേണ്ടത് നിങ്ങളാണ്. വാർത്ത അവതരിപ്പിക്കുകയും വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയുമാണ് എൻ്റെ ജോലി. ഏതായാലും ഇത് തൊഴിൽ തട്ടിപ്പാണ്. ഇനി കാർത്തിക എന്നൊരു ഉദ്യോഗസ്ഥ ആ പദവിയിൽ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇത് ചെയ്യുന്നത് ശരിയാണോ? നീതിക്ക് നിരക്കുന്നതാണോ? പാർട്ടിയെ മറയാക്കി, NGO യൂണിയനെ മറയാക്കി ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇവരെ കയ്യാമം വയ്ക്കേണ്ടതല്ലേ? ഇനി അവിടെ ഇതേ പേരിലുള്ള ഉദ്യോഗസ്ഥയുണ്ട്, അവരുടെ പേരിൽ ആൾമാറാട്ടമാണ് നടത്തി, അല്ലെങ്കിൽ അവരുടെ പേര് ദുർവിനിയോഗം ചെയ്ത് ഇങ്ങനെ പുറത്തുനിന്ന് ആളുകൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിടികൂടേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും സംസ്ഥാന പോലീസിനും ഇല്ലേ? ഇതാണ് വിസ്മയ ന്യൂസ് ഉന്നയിക്കുന്ന ചോദ്യം.